വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത്. കാരണം ഞാനെടുത്ത തീരുമാനം തെറ്റിയില്ല എന്നെനിക്കിപ്പോൾ തോന്നുന്നു. സത്യം പറയുകയാണെങ്കിൽ എന്നെ ഇന്നലെ എല്ലാവരും പത്രക്കാർ വിളിച്ചു ഒന്ന് സംസാരിക്കാൻ. പക്ഷേ ഇവിടെ നിന്ന് സംസാരിക്കണം എന്ന് എനിക്ക് തോന്നിയത്, ഈ വീട്ടിൽ നിന്ന് നെഞ്ഞ് പൊട്ടിക്കൊണ്ടാണ് ഞാൻ പ്രസ്ഥാനത്ത് പുറത്തേക്ക് പോയത്. പൊട്ടിക്കരഞ്ഞ് സങ്കടം കൊണ്ട്, അപമാനം കൊണ്ട്, ചവിട്ടിക്കുത്തലെല്ലാം കൊണ്ട്, കരഞ്ഞുകൊണ്ടാണ് എൻ്റെ അച്ഛനും അമ്മയുടെ അടുത്ത് ഇവിടുന്ന് ഞാൻ പോയത്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് ഇവിടുന്ന് തുടങ്ങണം, ഇവിടുന്ന് കാര്യങ്ങളെല്ലാവരോടും പറയണം എന്നൊരു തോന്നൽ എനിക്കുണ്ടായി. പക്ഷേ ഞാൻ കഴിഞ്ഞ കാര്യങ്ങളിലേക്ക് ഒന്നും കിടക്കുന്നില്ല. ഞാൻ ശ്രീധരൻ എന്ന് പറയുന്ന എൻ്റെ സഹോദരൻ ഞാൻ മുന്നറിയിപ്പ് കൊടുത്ത, കാരണം ഞാൻ ഈ പ്രസ്ഥാനത്ത് പോകുന്നതിന് 2 ദിവസം വരെ ചേട്ടൻ പറഞ്ഞ മാതിരി സംസാരിക്കാറുണ്ട്, പക്ഷേ രാഷ്ട്രീയം സംസാരിക്കാറില്ല. കാരണം വേറൊന്നുമല്ല, ചില ആളുകൾ പറഞ്ഞാൽ എൻ്റെ മനസ്സിലൊരു എവിടെയോ ഒരു പിൻവലിയും. ഉറച്ച തീരുമാനമായിരുന്നു. ആര് പറഞ്ഞാലും ഞാനിനി എൻ്റെ വഴിക്കാണ് എന്നൊരു തോന്നൽ. കാരണം ഞാൻ എൻ്റെ സങ്കടങ്ങൾ എൻ്റെ പഴയ പ്രസ്ഥാനത്തിലെ നേതാക്കളോട് പറഞ്ഞ് ഒന്ന് രണ്ട് പേരുടെ മുമ്പിലിരുന്ന്, ആരാ പേര് എന്നൊന്നും ഞാനിപ്പോൾ ഇവിടെ പറയില്ല, ആരെങ്കിലും നിഷേധിച്ചാൽ ഞാൻ പേര് പറയും, മുമ്പിലിരുന്ന് എൻ്റെ സങ്കടങ്ങൾ പറഞ്ഞ് ഞാൻ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. പലരും എന്താ പറഞ്ഞത്, ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് എൻ്റെ ബുദ്ധിമുട്ടുകൾ. ഇതൊന്നും ആരും ചെവി കേട്ടില്ല. പിന്നെ എനിക്ക് തോന്നി ഞാനിവിടെ നിൽക്കുന്നതിലൊരു കാര്യമില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാം അവസാനിപ്പിച്ച് അങ്ങ് പോവാം എന്നുള്ളൊരു തോന്നലായിരുന്നു. അപ്പോൾ ഇന്നലെ എൻ്റെ കെ മുരളീധരൻ പറയുന്ന കേട്ടു, അദ്ദേഹം എല്ലാം അവസാനിപ്പിച്ച് പോവുകയാണ്. എനിക്ക് അങ്ങനെ ഒരു തോന്നൽ എൻ്റെ ആരോടും പറഞ്ഞില്ല. പക്ഷേ ഞാൻ വിചാരിച്ചു, എന്തിനാ ഞാൻ അങ്ങോട്ട് മുന്നോട്ട് പോകണം, എൻ്റെ കയ്യിൽ തെറ്റൊന്നുമില്ല. പിന്നെ BJP എന്നൊരു പ്രസ്ഥാനത്തിനെ പറ്റി ഞാൻ കേട്ട കാര്യങ്ങളല്ല എനിക്ക് ഉള്ളിൽ വന്നപ്പോൾ അനുഭവിച്ചത്. ഈ വർഗീയതയുടെ പേര് പറഞ്ഞ് ഇപ്പം തന്നെ നമുക്കറിയാം എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇത്രയും UDF ഒരു കിട്ടിയെന്നുള്ളത് നമുക്കറിയാം. ഒരു പ്രത്യേക വിഭാഗം സമൂഹം അവരെ പറഞ്ഞ് പേടിപ്പിച്ച് കോൺഗ്രസ്സാണ് ഇപ്പോൾ വെറുപ്പിൻ്റെ രാഷ്ട്രീയം കളിക്കുന്നത്. ജാതി മതങ്ങളുടെ പേര് പറഞ്ഞ് ഇവർ വന്നാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും, നിങ്ങൾക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു കാര്യമില്ല ഇവിടെ. അവരെല്ലാവരും ഒരുപോലെ സ്നേഹിക്കുന്നതാണ്. ഇത് പറഞ്ഞ് ഉണ്ടാക്കി ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പം ജാതി കളിക്കുന്നതും വെറുപ്പിൻ്റെ രാഷ്ട്രീയം കളിക്കുന്നതും കോൺഗ്രസ്സാണ്. അതുകൊണ്ട് തന്നെയാണ് പലരും പേടിച്ചിട്ട്, അവർക്കല്ലാണ്ട് പ്രത്യേകിച്ച് എന്താ പറയുക, BJPയോട് ദേഷ്യമോ അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഇവരെ പറഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് പാകിസ്ഥാനിൽ എന്ത് പറയണോ, 1-2 കോൺഗ്രസ്സുകാർ സംസാരിക്കുമ്പോൾ പറയാം ഞങ്ങളൊക്കെ രാജിവെച്ച് BJP പോവാ, നിങ്ങൾ പാകിസ്ഥാനിലേക്ക് വെക്കുന്നു. ഏത് പറഞ്ഞു കൊടുക്കുന്നത് കോൺഗ്രസ്സുകാരാണ്. അപ്പം ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചൊരു സമൂഹത്തിനെ തന്നെ പേടിപ്പിച്ചിരിക്കുകയാണ്. അതിന്ന് പുറത്ത് കിടക്കാൻ അവർ ചെയ്യണം, അവരാണത് ആലോചിക്കേണ്ടത്. അങ്ങനെയാണോ ഇത്രയും കാലം എന്താ പറയുക, ഇവിടെ വാജ്പേയിയൊക്കെ ഭരിച്ചിരുന്നില്ലേ, ഏതെങ്കിലും ഒരു അന്യജാതിക്കാർക്ക് ഇവിടുന്ന് പോണ്ടി വന്നിട്ടുണ്ടോ? അതൊക്കെ കഴിഞ്ഞ് കാലങ്ങൾ എത്രയാണ്. അപ്പോൾ ഇത് പറഞ്ഞാൽ മാത്രമേ ഇനി രക്ഷയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തമ്മിലടുപ്പിക്കുന്നത് ഇപ്പോൾ കോൺഗ്രസ്സാണ്. പിന്നെ കോൺഗ്രസ്സിന് ദേശീയ തലത്തിൽ ശരിയാണ് 230 സീറ്റ് കിട്ടിയെന്ന് പറയുന്നത്. അതിലൊരു 10-30 സീറ്റ് മമതയുടെയാണെന്നാണ് എൻ്റെ അറിവ്. അതിൽ മമതാ ബാനർജി ആണെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗവുമല്ല. അവർ ഇന്ത്യ മുന്നണിയുടെ വോട്ട് കിട്ടാൻ വേണ്ടി ജയിച്ചവരാണ്. അവർ ഇന്ത്യ മുന്നണിയിലേക്ക് വരണമെങ്കിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ മാത്രമേ ശ്രീമതി മമതാ ബാനർജി വരികയുള്ളൂ. പിന്നെ എങ്ങനെ ഈ 200 പേരെയും വെച്ചിട്ട് എന്ത് മന്ത്രിസഭ ഉണ്ടാക്കും എന്നാണ് പറയണത്. ഞാൻ പറയണത് എൻ്റെ മാധ്യമ സുഹൃത്തുക്കളോട് പറയേണ്ടത്, നിങ്ങളെല്ലാവരും നന്നായി ജേർണലിസം പഠിച്ച് വിവരത്തോടുകൂടി വരുന്ന, അവർ എഴുതുമ്പോൾ പോലും അതിൽ ഈ വെറുപ്പിൻ്റെ രാഷ്ട്രീയം വരുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ആലോചിച്ച് അങ്ങനെ ഒരു, ഇപ്പോൾ തൃശ്ശൂരത്തെ ജനങ്ങൾ ഏറ്റവും അധികം രാഷ്ട്രീയത്തിൽ, എൻ്റെ പിതാവ് പണ്ട് പറയാറുണ്ട്, തൃശ്ശൂർ രാഷ്ട്രീയം പഠിച്ചോ ലോകത്ത് എവിടെ പോയിട്ടും രാഷ്ട്രീയം കളിക്കാൻ. ഇവിടുത്തെ ജനങ്ങൾ ബുദ്ധിയില്ലാത്തവരൊന്നുമല്ല, നല്ല ബുദ്ധിയുള്ളവരാണ്. അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് സുരേഷ് ഗോപിയെ പോലെ ഒരു മനുഷ്യസ്നേഹി, അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിനപ്പുറം ബന്ധങ്ങളുണ്ട് തീർച്ചയായും. അപ്പോൾ അദ്ദേഹത്തിന് കമ്മ്യൂണിറ്റി ഒന്നും പ്രശ്നമായില്ലല്ലോ. അദ്ദേഹം എനിക്ക് തോന്നുന്നു 7-6 സീറ്റിലും ലീഡാണ്.
അപ്പോൾ പിന്നെ ഒന്നെടുത്ത് നോക്കിയാൽ അവിടെ രാജീവ് ചന്ദ്രശേഖരൻ തൊട്ട് 1,00,000-ൻ്റെ അടുത്ത് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന തരൂരിനെ ഒരു മാസം കൊണ്ടാണ് മലത്തിയടിച്ച് 16,000 വോട്ടിലേക്ക് എത്തിച്ചത്. പിന്നെ ഓരോ ജില്ലയിലെടുത്ത് നോക്കിയാലും ഇപ്പോൾ ആറ്റിങ്ങലാണെങ്കിലും ശോഭാ സുരേന്ദ്രൻ അവരെല്ലാം വോട്ട് പിടിച്ചിട്ടുള്ളത് 25% മേലെയാണ്. അപ്പോൾ ഈ കോൺഗ്രസ്സുകാരുടെ ഈ ജാതി പറഞ്ഞിട്ടുള്ള ജാതി ഏറ്റവും പറയുന്നത് കോൺഗ്രസ് തന്നെയാണ്. അത് ആ പ്രസ്ഥാനത്തിൽ നിന്നൊരാളായതുകൊണ്ട് കൂടെ കിടന്നവനൊരു അപ്പനി അറിയും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവരാണ് ശരിക്കും പറയുകയാണെങ്കിൽ അത് മാറ്റിയില്ലെങ്കിൽ ഇത് കുറച്ച് നാളത്തേക്ക് ഓടും, അധികം നാളത്തേക്ക് ഓടില്ല എന്ന് മനസ്സിലായത് ഇവിടെ ശ്രീ സുരേഷ് ഗോപി ഇത്രയധികം ഭൂരിപക്ഷത്തിന് ജയിച്ച് കയറിയപ്പോഴാണ്. ഇതൊന്നും ഇവർ നല്ല മനുഷ്യന്മാർ, നല്ല ഉദ്ദേശത്തോടുകൂടി വരുന്നവരാരെയും കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കും. പിന്നെ ഞാൻ ഇപ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ് തോറ്റയിലേക്ക് അതിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കണില്ല. ഒരു കാര്യം ഞാൻ ഇന്നലെ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അതായത് ഞാൻ ഇവിടുത്തെ എല്ലാ കോൺഗ്രസ്സുകാരെയും ഞാൻ കുറ്റം പറയില്ല. നല്ല ആളുകളുണ്ട്, വളരെ നല്ല ആളുകളുണ്ട്. പക്ഷെ അവരുടെ കയ്യിൽ അധികാരങ്ങളില്ല. അധികാരങ്ങൾ ഒരു കോക്കസിൻ്റെ കയ്യിലാണ്. അപ്പോൾ അതുള്ളിടത്തോളം കാലം ഇനി ഇവിടെ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. ആര് വിചാരിച്ചാലും അല്ലെങ്കിൽ ഇവിടുന്ന് കുറച്ച് പേരെ അങ്ങ് ഹെലികോപ്റ്ററിൽ ഇട്ട് തിരിച്ചു വിടാത്ത വിധത്തിലാക്കുക, അല്ലെങ്കിൽ കപ്പൽ കയറ്റി വിടുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർക്ക് അവർ രക്ഷപ്പെടണമെന്ന് എനിക്കിപ്പോൾ വലിയ ആഗ്രഹമൊന്നുമില്ല കേട്ടോ, ഉള്ള കാര്യം പറയാലോ. അത് കാരണം എൻ്റെ പിതാവ് പലരോടും ക്ഷമിക്കുന്നു. ഞാൻ അത്ര കണ്ട് ക്ഷമിക്കാനുള്ളൊരു മനസ്സായിട്ടില്ല. കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് ആവുമായിരിക്കും. അതുകൊണ്ട് തന്നെ അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. എവിടേക്കോ പോസ്റ്ററും ബോർഡൊക്കെ കണ്ടു ഞാൻ. അപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇപ്പോഴും ഇവിടെ നല്ല വിവരമുള്ള കോൺഗ്രസ്സുകാരുണ്ട് അതിലേക്ക്. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയാനും ഈ വിജയത്തിൽ നിങ്ങളെല്ലാവരും എന്തൊക്കെ പറഞ്ഞാലും വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഒരിക്കലും മറക്കില്ല. കാരണം തൃശ്ശൂരുകാർ പൊതുവേ ഉണ്ട്, എടുത്തടിച്ചങ്ങോട്ട് പറഞ്ഞാലും അവരുടെ ഉള്ളിൽ, കാരണം ഞാൻ തൃശ്ശൂരുകാരിയാണ്, എൻ്റെ വളരെയധികം നന്മകളുള്ളൊരു മനുഷ്യന്മാരാണ്. അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിക്ക് ഇവിടെ ജയിക്കാൻ പറ്റിയത്. അത് ഇനിയും ഇപ്പോൾ പറഞ്ഞ എത്രയോ ശതമാനം 6.5% എല്ലാ സ്ഥലത്തും കൂടിയിട്ടുള്ള, ബാക്കി എല്ലാവർക്കും കുറയുക ചെയ്തിട്ടുള്ളത്. BJPക്ക് ഓരോ പ്രാവശ്യം വോട്ട് ഷെയർ കൂടുകയാണ് ചെയ്യുന്നത്. അത് ഇനിയും കൂടും. ഇനിയും പല താമരകളും ഞാൻ അന്ന് പറഞ്ഞു, ആദ്യത്തെ താമര എവിടെയെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഇനിയും താമരകൾ വിരിയും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചളിയിൽ വിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. പക്ഷെ ചളിയിൽ വിരിഞ്ഞാലും ആ ചളി പോലും നമ്മൾ നോക്കുന്ന താമരയുടെ സൗന്ദര്യം കണ്ടിട്ടാണ്. അങ്ങനെ താമരകൾ വിരിയട്ടെ. എല്ലാവരും കുറേ നാളുകൾക്ക് ശേഷം കണ്ടത് ഈ തൃശ്ശൂരിൽ തന്നെ ഞാൻ പത്രസമ്മേളനം ചെയ്ത് എനിക്ക് ഈ നാടിനോടുള്ള അറ്റാച്ച്മെൻറ്റാണ്. എനിക്ക് ഓരോ ദിവസങ്ങളും തൃശ്ശൂരിനെ പറ്റി, ശരിയാണ് കഴിഞ്ഞ ഒരു 4-5 കൊല്ലം എനിക്ക് കുറേ കയ്പുള്ള അനുഭവം ഉണ്ടായി. പക്ഷേ എൻ്റെ മനസ്സിൽ നിന്നും തങ്ങി നിൽക്കുന്ന അച്ഛനും അമ്മയുടെ കൂടെ സന്തോഷമായിട്ട് ജീവിച്ച ഈ വീടും ഈ പരിസരവും അതൊക്കെ നല്ല ഓർമ്മകളാണ്. അതുകൊണ്ട് തൃശ്ശൂരിലെ ആളുകൾ നല്ലവരാണ്. ഞാൻ ഇപ്പോഴും പറയും, എനിക്കിവിടെ വന്ന് നിന്നേലോ ഞാൻ ഒരിക്കലും സങ്കടപ്പെടുന്നില്ല. പക്ഷെ കുറച്ച് ആൾക്കാരുണ്ട്, അത് അവരെയാണ് എന്നെ ആലോചിക്കേണ്ടത്. എൻ്റെ ബാധ്യതയല്ല ആ പ്രസ്ഥാനത്തിനെ പറ്റി ആലോചിക്കേണ്ടത്. ഇത്ര മാത്രമേ പറയുള്ളൂ.